നമസ്കാരം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ അനിതാ ചന്ദ്രൻ, അധ്യാപികയാണ്. കഥാപ്രസംഗവും നാടകവും ഭക്തിഗാനമേളയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഇന്നിവിടെ കൃഷ്ണപിള്ള സാറിൻ്റെ 109ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാപരിപാടികളിൽ എനിക്കും ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ അവസരം തന്ന എൻ്റെ ബഹുമാനപ്പെട്ട എഴുമറ്റൂർ സാർ അവർക്കും ഇതിൻ്റെ സംഘാടകർക്കും എൻ്റെയും എൻ്റെ ഓർക്കസ്ട്രയുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമേ തന്നെ എനിക്കൊരു സോറി പറയാനുണ്ട്. എനിക്കിന്നൊരു ലളിതഗാനം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ നിന്ന് ഞാൻ പോയപ്പോഴത്തേക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു. തലവേദന ആയിരുന്നു കാരണം ഞാൻ ഇന്നിപ്പോൾ കുറച്ച് മുമ്പാണ് എണീറ്റത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഈ കഥ പറയണമെന്നുള്ളതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. സാറ് കുറച്ചൊരു ടെൻഷൻ അടിച്ചു ഞാൻ അറിഞ്ഞു. ക്ഷമ ചോദിക്കുന്നു സാർ, ഈ പൊതുവേദി തന്നെയാണ്. അപ്പോൾ 1 മണിക്കൂറേ സമയമുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നേരിട്ട് കഥയിലേക്ക് പോവുകയാണ്. കഥ കർണൻ്റെ അരങ്ങേറ്റം. ഞാൻ ദേവനല്ല, ഗന്ധർവനല്ല, വെറും ഒരു മനുഷ്യൻ. രക്തവും മജ്ജയും മാംസവും വിചാരങ്ങളും വികാരങ്ങളുമൊക്കെയുള്ള പച്ചയായ ഒരു മനുഷ്യൻ. മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യനായി തന്നെ മണ്ണടിയേണ്ട ഞാൻ അമാനുഷിക ശക്തി കൊണ്ട് എന്തെങ്കിലും സാധിച്ചു എന്ന് വരുന്നത് എനിക്ക് അപകർഷതയാണ്, അസഹനീയമാണ്, അപമാനകരമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിൻ്റെ അവസാനവും കലിയുഗത്തിൻ്റെ ആരംഭവും എന്ന് പറയപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു ദേവനിൽ ഒരു മനുഷ്യ സ്ത്രീക്ക് ജനിച്ച മനുഷ്യപുത്രൻ്റെ വാക്കുകളാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. മനുഷ്യത്വത്തെ മറ്റെന്തിനേക്കാളും വിലമതിക്കുന്ന ആ മഹാപുരുഷന്റെ പേരാണ് കർണൻ. സൂര്യപുത്രൻ കർണൻ, സൂതപുത്രൻ കർണൻ. ത്യാഗവും പരിശ്രമവും കൊണ്ട് മാത്രം മഹാഭാരതത്തിലെ ഉജ്ജ്വല കഥാപാത്രമായി മാറിയ കർണൻ. വിധി ഒരിക്കലും അനുകൂലമാകാതിരുന്ന കർണൻ. അധാർമികനായ ദുര്യോധനോടൊപ്പം നിന്നിട്ട് പോലും ധാർമ്മികനായ കർണൻ. താൻ അപമാനിതനാകുന്നത് സ്വന്തം മാതാവ് പോലും നിസ്സംഗതയോടെ നോക്കി നിന്നപ്പോൾ തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ചേർത്ത് പിടിച്ച ആ ദുര്യോധനോടൊപ്പം അവസാനം വരെ നിന്ന കർണൻ. അർജുനന് തൻ്റെ പിതാവിൻ്റെ സംരക്ഷണവും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സംരക്ഷണവും സദാ ലഭിച്ചപ്പോഴും അപവാദങ്ങളും ശാപവാക്കുകളും മാത്രം കേൾക്കേണ്ടി വന്ന കർണൻ. സൂര്യപുത്രൻ കർണൻ, സൂതപുത്രൻ കർണൻ. വ്യാസമഹാശയന്റെ ഭാവനാ സൃഷ്ടി മഹാഭാരത കഥയിലെ സൂര്യപുത്രൻ. വ്യാസമഹാശയന്റെ ഭാവനാ സൃഷ്ടി മഹാഭാരത കഥയിലെ സൂര്യപുത്രൻ. മഹാഭാരത കഥയിലെ സൂതപുത്രൻ. മഹാഭാരത കഥയിലെ സൂതപുത്രൻ. എക്കാലത്തെയും ജീവിതവുമായി അടുത്തു നിൽക്കാൻ തക്കവണ്ണം ഭാവഗൗരവമുള്ള ഒരു ഇതിഹാസമാണ് മഹാഭാരതം. ആ മഹാഭാരതത്തിൽ 2000-ത്തിലധികം വരുന്ന കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കർണൻ. കർണനെ ഒരു ആസുര കഥാപാത്രമായിട്ടാണ് നാളിതുവരെ ജനങ്ങൾ കരുതി പോന്നിരുന്നത്. എന്നാൽ സുപ്രസിദ്ധ സാഹിത്യ വിമർശകനായിരുന്ന ശ്രീ കുട്ടിക്കൃഷ്ണമാരാർ ആ കഥാപാത്രത്തിലെ നന്മയുടെ ഉറവിടം കണ്ടെത്തി ആ ചിന്താഗതിയെ പിന്തുടർന്നുകൊണ്ട് ഒരു കഥ അവതരിപ്പിക്കുകയാണ്. കഥ കർണന്റെ അരങ്ങേറ്റം. ആർഷഭാരത നാട്ടിൽ കർണനൊരു ആസുരമണി ദീപം, ആസുരമണി ദീപം. ആർഷഭാരത നാട്ടിൽ
അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധേയയായ ഒരു സ്ത്രീ കഥാപാത്രമാണ് കുന്തിദേവി. ശൂരസേന മഹാരാജാവിൻ്റെ മകളായിട്ടാണ് കുന്തി ദേവി ജനിച്ചതെങ്കിലും അവളെ കുട്ടിക്കാലത്ത് വളർത്തിയത് കുന്തിഭോജൻ എന്നൊരു രാജാവായിരുന്നു. കുന്തിഭോജൻ വളർത്തിയത് കൊണ്ട് തന്നെയാണ് അവൾക്ക് കുന്തി ദേവി എന്ന് പേര് കിട്ടിയത്. അവളുടെ യഥാർത്ഥ പേര് പൃഥ എന്നായിരുന്നു. കുന്തിദേവി കുന്തിഭോജൻ്റെ കൊട്ടാരത്തിൽ വളർന്നു വരുന്ന കാലത്ത് അവിടെ അഗ്നിഹോത്രം എന്നൊരു യാഗം നടക്കുകയുണ്ടായി. ആ അവസരത്തിൽ ക്ഷിപ്രകോപിയായ ദുർവാസാവെന്ന് പറയുന്ന ഒരു മഹർഷി അവിടെ എത്തുകയുണ്ടായി. ആ മഹർഷിയെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും ഒക്കെയായി ഈ കുന്തിഭോജ രാജാവ് കുന്തിദേവിയാണ് നിയോഗിച്ചത്. അവളുടെ സ്നേഹമസൃണമായ പരിചരണനയിൽ പരിലാളനയിൽ സംപ്രീതനായ മഹർഷി തിരികെ പോകാൻ നേരം 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അന്തണവരേണ്യനാം ദുർവാസമാമുനീന്ദ്രൻ 5 വരങ്ങളെ ആനന്ദ വിവശനായി. അന്തണവരേണ്യനാം ദുർവാസമാമുനീന്ദ്രൻ 5 വരങ്ങളെ ആനന്ദ വിവശനായി. ആ മന്ത്രങ്ങൾ ഇപ്രകാരമായിരുന്നു. ആ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആരെയാണോ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ദേവനെയാണോ പ്രാർത്ഥിക്കുന്നത്, ആ ദേവനിൽ നിന്നും അവൾക്കൊരു പുത്രൻ ജനിക്കും. അതായിരുന്നു ആ മന്ത്രത്തിൻ്റെ ശക്തി. നോക്കണേ, ഒരു മന്ത്രം കൊണ്ട് ഒരു കുഞ്ഞുണ്ടാവുക, എത്ര ശ്രേഷ്ഠമായ മന്ത്രം! അതെ, കന്യകയായിരുന്ന കുന്തിദേവി കുറച്ച് മുതിർന്നപ്പോൾ അവൾക്കൊരു കുസൃതി തോന്നി. ഈ മന്ത്രങ്ങളൊന്ന് പരീക്ഷിച്ചാൽ എന്താ? അതെ, അവൾ ആ മന്ത്രങ്ങൾ പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് കുന്തിദേവി കുളിച്ച് ഈറനുടുത്ത് വരുമ്പോൾ ഉദിച്ചു വരുന്ന സൂര്യബിംബത്തെ കണ്ട് അവൾ ആകൃഷ്ടയായി. അവൾ ചിന്തിച്ചു, സൂര്യദേവനെ തന്നെ പ്രാർത്ഥിച്ചാൽ എന്താ? അതെ, അവൾ സൂര്യദേവനെ തന്നെ പ്രാർത്ഥിച്ചു. വളരെ ആത്മാർത്ഥമായി, വളരെ സന്തോഷകരമായി, വളരെയധികം ഭക്തിയോടുകൂടി അവൾ സൂര്യദേവനെ പ്രാർത്ഥിച്ചു. ജയ ജയ കിരണാലയ, ജയ ജയ കിരണാലയ ദേവാ, ജയ ജയ ഭാസ്കര, ജയ ദിനേശ ദേവാ, ജയ ജയ കിരണാലയ. അത്ഭുതം! സൂര്യഭഗവാൻ മനുഷ്യരൂപം കൈക്കൊണ്ട് ദാ കുന്തിദേവിയുടെ മുന്നിൽ. അവൾ സംഭ്രമിച്ചുപോയി, പരിഭ്രമിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ഹേ വരവന്നിനി ഞാനിതാ വന്നു, താവക കാമിതം ഓതിയാലും. ഹേ വരവന്നിനി ഞാനിതാ വന്നു, താവക കാമിതം ഓതിയാലും, താവക കാമിതം ഓതിയാലും. അവൾ പറഞ്ഞു, അവൾ വളരെയധികം പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവൻ വിളിച്ചു ഞാൻ കൗതുകം മൂലം, അവിടുന്ന് വന്ന വഴിക്ക് പോകൂ. ഭഗവൻ വിളിച്ചു ഞാൻ കൗതുകം മൂലം, അവിടുന്ന് വന്ന വഴിക്ക് പോകൂ. സൂര്യദേവൻ അവളോട് പറഞ്ഞു, കുന്തി, നീ വളരെയധികം ആത്മാർത്ഥതയോടെ ഭക്തിയോടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ നിന്റെ സമീപത്തേക്ക് വന്നത്. പറയൂ, നീ വിഷമിക്കണ്ട. അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്താ
എന്താണിന്നീ വിധം പ്രാർത്ഥന ചെയ്യുവാൻ കുന്തി നിന്നാഗ്രഹമോദിയാലും? എന്താണിന്നീ വിധം പ്രാർത്ഥന ചെയ്യുവാൻ കുന്തി നിന്നാഗ്രഹമോദിയാലും? കുന്തി നിന്നാഗ്രഹമോദിയാലും, കുന്തി നിന്നാഗ്രഹമോദിയാലും. അവൾക്ക് പിന്നീട് പിടിച്ചു നിൽക്കാനായില്ല. അവൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ കാര്യം മുഴുവനും ദുർവാസ മഹർഷി കൊടുത്ത വരവും അവൾ പരീക്ഷിച്ച കാര്യങ്ങളും എല്ലാം സൂര്യദേവനോട് പറഞ്ഞു. ഈ സമയത്ത് മാമരക്കൊമ്പത്ത് കാട്ടുകിളികൾ ചേരുവാനായി അടുത്തുകൂടി. മാമരക്കൊമ്പത്ത് കാട്ടുകിളികൾ ചേരുവാനായി അടുത്തുകൂടി. ചേരുവാനായി അടുത്തുകൂടി. അതാ നോക്കൂ, അവർ കൊക്കും കൊക്കും തമ്മിലൊരുങ്ങി സ്വർഗസ്വപ്നം കൈമാറി. കൊക്കും കൊക്കും തമ്മിലൊരുങ്ങി സ്വർഗസ്വപ്നം കൈമാറി. സ്വർഗസ്വപ്നം കൈമാറി. ഈ സമയത്ത് കുന്തിദേവി സൂര്യദേവന്റെ മാറിൽ തലചായ്ച്ച് കിടക്കുകയാണ്. ആര് ഭരിച്ചാലും ഭരിക്കാതിരുന്നാലും ഭരിക്കാതിരിക്കാൻ സമരം ചെയ്താലും സൂര്യദേവൻ എന്നും കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും. അന്നും അദ്ദേഹത്തിന് ആ പ്രവൃത്തി ചെയ്യണമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം സ്വസ്ഥാനത്തേക്ക് യാത്രയായി. കുന്തിദേവി ആകെ പരിഭ്രമിച്ച് വളരെ വിഷമത്തോടെ അവളുടെ കൊട്ടാരത്തിലേക്ക് പോയി, അവളുടെ മുറിയിലേക്ക് പോയി. നാളുകൾ അങ്ങനെ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഇന്ന് കുന്തിദേവി ഗർഭിണിയാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ വല്ലാത്തൊരനുഭവം. ഞാനിത് ആരോട് പറയും? അവൾ ചിന്തിച്ചു. ഭഗവാനെ, എനിക്കുണ്ടായ വല്ലാത്തൊരനുഭവം ഞാനിത് ആരോട് പറയും? ഏതായാലും അവൾ ചിന്തിച്ചു. അവളുടെ വളർത്തമ്മയായ കുന്തിഭോജന്റെ ഭാര്യയായ തൻ്റെ വളർത്തമ്മയോട് ഇക്കാര്യം എല്ലാം പറഞ്ഞു. നല്ലവളായ വളർത്തമ്മ, ഒരിക്കൽ കൂടെ പറയുന്നു, നല്ലവളായ വളർത്തമ്മ മറ്റാരെയും അറിയിക്കാതെ അവളെ ഒരു ധാത്രിയോടൊപ്പം, ഒരു പരിചാരികയോടൊപ്പം ആ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്തുള്ള മുറിയിൽ താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. അറിയാമല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ വളർത്തമ്മമാരാണെങ്കിലോ, അല്ലേ, ആ പഞ്ചായത്ത് മുഴുവനും, ആ കോർപ്പറേഷൻ മുഴുവനും, ആ മുനിസിപ്പാലിറ്റി മുഴുവനും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കും. ഇപ്പോഴത്തെ വളർത്തമ്മമാരെല്ലാം അങ്ങനെയാണ്. പക്ഷേ ഈ കുന്തിയുടെ വളർത്തമ്മ, നല്ലവളായ ആ വളർത്തമ്മ മറ്റാരെയും അറിയിക്കാതെ ഒരു ധാത്രിയെ ഏൽപ്പിച്ച് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്തുള്ള മുറിയിൽ താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. അങ്ങനെ കുന്തിദേവി കൊട്ടാരത്തിനടുത്തുള്ള ആ ഒരു ഭാഗത്തുള്ള മുറിയിൽ താമസിച്ചു വരികയാണ്. വീണ്ടും നാളുകൾ അങ്ങനെ കടന്നുപോയി, മാസങ്ങൾ കടന്നു. ഇന്ന് കുന്തിദേവിക്ക് മാസം തികഞ്ഞു. കുന്തിദേവി പ്രസവിച്ചു ഒരാൺകുഞ്ഞിനെ, കവച കുണ്ടലങ്ങളുള്ള ഒരാൺകുഞ്ഞിനെ. അതെ, കുന്തി എന്ന പെൺകുട്ടി ഇതാ അമ്മയായിരിക്കുന്നു. അമ്മ എന്താണ് മാതൃത്വം എന്ന് പറയുന്നത്? അമ്മയുടെ നെഞ്ചിലൂടെ പാഞ്ഞൊഴുകുന്ന ചുടുചോരയെ പാലാക്കി മാറ്റുന്ന ശക്തി വിശേഷമാണ് മാതൃത്വം. മനോഹരമായ ശബ്ദം എന്ന് മാക്സിം ഗോർക്കി വിശേഷിപ്പിച്ച അക്ഷരദ്വയമാണ് അമ്മ. സ്നേഹത്തിൻ്റെ പ്രസിഡന്റാണ് അമ്മ. ദയയുടെ സുപ്രീം കോടതിയാണ് അമ്മ. അതെ, അതുകൊണ്ടാണ് പറയുന്നത്, അമ്മയാണു ദൈവം, അമ്മയാണു ശക്തിയും സർവം സഹയാം സന്യാസിനി അമ്മ. അമ്മയാണു ദൈവം, അമ്മയാണു ശക്തിയും സർവം സഹയാം സന്യാസിനി അമ്മ. സർവം സഹയാം സന്യാസിനി അമ്മ. അതെ, ഇവിടെ കുന്തി എന്ന പെൺകുട്ടി ഇതാ അമ്മയായിരിക്കുന്നു. കുന്തിദേവി
പ്രസവിച്ചപ്പോൾ തന്നെ ആ പരിചാരിക, ആ ധാത്രി ആ കുഞ്ഞിനെ നദിയിൽ ഒഴുക്കി വിടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി അതാ കുന്തിദേവിയോടൊപ്പം ആ ധാത്രിയുമായി ആ നദിയുടെ തീരത്തേക്ക് നടക്കുകയാണ്. അവൾ വളരെ വിഷമത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ നദിയുടെ തീരത്തേക്ക് നടക്കുകയാണ്. അശ്വനി നദിയുടെ തീരത്തേക്ക് അവൾ ആ നദിയുടെ തീരത്ത് ചെന്ന് നിന്ന് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, ഞാൻ എന്ത് അപരാധമാണ് ഈ ചെയ്തത്? ഞാൻ ഇനി എന്തു ചെയ്യും ഭഗവാനെ? എന്നെ രക്ഷിക്കൂ സൂര്യദേവ, എന്നെ രക്ഷിക്കൂ. അവളുടെ ആ സങ്കടത്തോടെയുള്ള ആ വാക്കുകൾ കണ്ട് സൂര്യദേവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അവൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കാത്തരുൾക ദേവാ, എന്നെ കാത്തരുൾക ദേവാ പ്രഭാകരാ, മമ ജീവിതവാടി കരിഞ്ഞുപോയി, മമ അരണ്യമായ എൻ്റെ ജീവിതം. എന്നെ കാത്തരുൾക ദേവാ പ്രഭാകരാ, മമ ജീവിതവാടി കരിഞ്ഞുപോയി, മണരാരണ്യമായി എൻ്റെ ജീവിതം. ചാരിത്രമാകും പട്ടുറുമാലിൽ ഞാൻ കട്ടിയെറിഞ്ഞു വെള്ളം. ചാരിത്രമാകും പട്ടുറുമാലിൽ ഞാൻ കട്ടിയെറിഞ്ഞു വെള്ളം. അതിനാഭയകാൻ ശുദ്ധമാക്കുവാൻ പാത കാണാതുഴലുന്ന പാവി ഞാൻ, പാത കാണാതുഴലുന്ന പാവി ഞാൻ. എന്നെ കാത്തരുൾക ദേവാ. അതെ, കുന്തിദേവിയുടെ ഈ പ്രാർത്ഥനകൾ കേട്ട് സൂര്യദേവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ആകുലമാകുവാൻ എന്തു ബന്ധം, ആരോമലേ നിൻമുഖാരവിന്ദം. ആകുലമാകുവാൻ എന്തു ബന്ധം, ആരോമലേ നിൻമുഖാരവിന്ദം, ആരോമലേ നിൻമുഖാരവിന്ദം, ആരോമലേ നിൻമുഖാരവിന്ദം. അദ്ദേഹം ചോദിച്ചു, ഭവതി വിഷമിക്കുവാനുണ്ടായ കാരണം? വിരുദ്ധ കണ്ഠയായവൾ പറഞ്ഞു, കന്യകയായ ഞാൻ അമ്മയായി, കന്യകയായ ഞാൻ അമ്മയായി, ഇന്നോളം ഉണ്ടായിട്ടില്ല പാരിൽ. കന്യകയായ ഞാൻ അമ്മയായി, ഇന്നോളം ഉണ്ടായിട്ടില്ല പാരിൽ. പൂവണിയാത്തൊരു പാദവത്തിന് ഏകാൻ കഴിയുമോ കായ്കനികൾ? പൂവണിയാത്തൊരു പാദവത്തിന് ഏകാൻ കഴിയുമോ കായ്കനികൾ? കന്യകയായ ഞാൻ അമ്മയായി. ഭഗവാനെ, പുഷ്പിക്കാത്ത വൃക്ഷത്തിൽ കായ് പിടിച്ചതുപോലെയാണ് എൻ്റെ ഈ ജീവിതം. ഇനി ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ? എന്നെ രക്ഷിക്കൂ സൂര്യദേവ, ഈ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ലോകത്ത് ഉദിച്ചസ്തമിക്കുന്ന കാലം വരെ നിനക്ക് ഇതിൻ്റെ പേരിൽ യാതൊരു ദോഷവും വരില്ല. നിന്റെ കന്യകാത്വത്തിന് യാതൊരു ദോഷവും ഉണ്ടായില്ല. ഇത് സത്യം, സത്യം, സത്യം. ദോഷം നിന്റെ പേരിൽ ചേരുവാനിട വരില്ല, സൂര്യനുള്ള കാലം വരെ ഭാർഗവ. പേരുദോഷം നിന്റെ പേരിൽ ചേരുവാനിട വരില്ല, സൂര്യനുള്ള കാലം വരെ ഭാർഗവൻ പ്രതിജ്ഞ ചെയ്തു, ഭാർഗവൻ പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ കുന്തിദേവി വീണ്ടും ചോദിച്ചു,
അപ്പോൾ ഈ കുഞ്ഞിനെ ഞാൻ എന്തു ചെയ്യും? കുന്തിദേവിയുടെ ആ ചോദ്യം സൂര്യദേവനെ തെല്ലൊന്ന് പരിഭ്രമിപ്പിച്ചു. ധാത്രി നേരത്തെ തന്നെ കുന്തിദേവി പ്രസവിച്ചപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ ആ നദിയിലേക്ക് ഒഴുക്കി വിടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അവർ ഒരു പേടകം തയ്യാറാക്കി ആ നദിയുടെ കരയിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ സൂര്യദേവൻ കുന്തിയോട് പറഞ്ഞു, അക്കാണും പേടകത്തിനുള്ളിൽ വച്ച് കാട്ടാറിൽ പോയിടട്ടെ. അക്കാണും പേടകത്തിനുള്ളിൽ വച്ച് വിട്ടേക്കു കാട്ടാറിൽ പോയിടട്ടെ. വിട്ടേക്കു കാട്ടാറിൽ പോയിടട്ടെ. അയ്യോ, എൻ്റെ പൊന്നുമോനെ, ഞാനിനി എന്ത് ചെയ്യും ഭഗവാനെ, ഈശ്വര. കുന്തിദേവി ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. ഉടനെ തന്നെ ധാത്രി ആ കുന്തിദേവിയുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ വാങ്ങി പതുക്കെ ആ പേടകം തുറന്ന് ആ പേടകത്തിനകത്ത് ഭദ്രമായി വച്ചു. പേടകം അടച്ചു. ആ നദിയിലേക്ക് ഒഴുക്കി വിട്ടു. കുന്തിദേവി ഹൃദയം പൊട്ടി കരയുകയാണ്. എൻ്റെ മോനെ, എൻ്റെ പൊന്നുമോനെ. പിന്നെയും കുന്തിദേവി ആ കുഞ്ഞിനെ എടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ധാത്രി അതിന് സമ്മതിച്ചില്ല. അവർ ആ കുഞ്ഞിനെ ഒഴുക്കി വിടുകയാണ് ഉണ്ടായത്. കുന്തിദേവി ഹൃദയം പൊട്ടുന്ന വേദനയിൽ കരയുകയാണ്. എൻ്റെ പൊന്നുമോനെ, നിനക്ക് ഉറങ്ങാൻ തൊട്ടിലില്ല, നിനക്ക് താരാട്ട് പാടാൻ അമ്മയില്ല. അമ്മ താരാട്ട് പാടുന്നത് കേട്ട് അഭിമാനത്തോടെ താളം പിടിക്കാൻ അച്ഛനില്ല. എൻ്റെ കുഞ്ഞതാ പോകുന്നു, എൻ്റെ പൊന്നുമോനെ. അവർ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ തിരികെ അവരുടെ കൊട്ടാരത്തിലേക്ക് പോയി. സൂര്യദേവന്റെ തുടർന്നുള്ള ചിന്തകൾ ഉള്ളൂരിന്റെ കർണഭൂഷണത്തിൽ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. കർമ്മണ്യൊതിയും യമുനയും ഗംഗയും ചമ്പാപുരി മാറി. കർമ്മണ്യൊതിയും യമുനയും ഗംഗയും ചമ്പാപുരി മാറി. വെണ്ണുര വൈരക്കൽ കാപ്പണിഞ്ഞിടുന്ന തന്നര കൈകളാൽ താങ്ങി. വെണ്ണുര വൈരക്കൽ കാപ്പണിഞ്ഞിടുന്ന തന്നര കൈകളാൽ താങ്ങി. എന്നിളം വൈതലിൽ മെയ്യൊഴി മേൽക്കുമേ പൊന്നിറം പൂശുമാ പേടകത്തെ കൊണ്ടുചെന്നപ്പുറം രാധയിൽ ചേർപ്പത് കണ്ട് ഞാൻ ദൂരസ്ഥനന്യതന്ത്രൻ. കൊണ്ടുചെന്നപ്പുറം രാധയിൽ ചേർപ്പത് കണ്ട് ഞാൻ ദൂരസ്ഥനന്യതന്ത്രൻ. സൂര്യദേവൻ അന്തർധാനം ചെയ്തു. കുന്തിദേവി വളരെ പ്രയാസത്തോടെ തിരികെ വീട്ടിലേക്ക് പോയി. ആ പേടകം ഒഴുകി അതാ അശ്വനി നദിയിൽ നിന്നും അടുത്ത നദിയായ ഗംഗാ നദിയിലെത്തി. അവിടെ ആ നദിയാകുന്ന അമ്മ ആ കുഞ്ഞിനെ കൈമാറി ദൂരത്തേക്ക് കൊണ്ടുപോവുകയാണ്. അമ്മ നദിയാണ്, നദി അമ്മയാണ്. ആ അമ്മ ആ കുഞ്ഞിനെ കൈമാറി അതാ ദൂരത്തേക്ക് കൊണ്ടുപോയി. ആ ഗംഗാ നദിയിൽ ആ വെളുപ്പാങ്കാലത്ത് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ തേരാളിയായ അതിരഥൻ തൻ്റെ കുതിരകളെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ആ കാഴ്ച കണ്ടു. അതാ ഒരു പേടകമാണല്ലോ ഒഴുകി വരുന്നത്. അതെ, അദ്ദേഹം അത് കണ്ടു. അദ്ദേഹം ഓടിച്ചെന്ന് ആ പേടകം എടുത്ത് നദിയുടെ കരയിൽ കൊണ്ടുവച്ചു. പെട്ടെന്ന് പെട്ടി തുറന്നു നോക്കി, ഞെട്ടിയകന്നു പിന്നോട്ടു മാറി. പെട്ടെന്നു പെട്ടി തുറന്നു നോക്കി, ഞെട്ടിയകന്നു പിന്നോട്ടു മാറി. അദ്ദേഹം അമ്പരന്നു പോയി. ഒരു കുട്ടി സൂര്യൻ. അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പോൾ അതാ തൻ്റെ തലയ്ക്ക് മുകളിൽ മറ്റൊരു സൂര്യൻ, കവച കുണ്ടലങ്ങളോടുകൂടിയ ഒരു കുട്ടി സൂര്യൻ. അദ്ദേഹം പെട്ടെന്ന് ആ കുഞ്ഞിനെ എടുത്ത് മാറോടണച്ചു. അദ്ദേഹം ദരിദ്രന് കനകം കിട്ടിയ ചേതോ വികാരത്തോടെ
അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്ത് മാറോടണച്ചു. അദ്ദേഹം ചിന്തിച്ചു, പുത്രരില്ലാത്തൊരു ദുഃഖത്തിലാമഗ്നനായി തളർന്നോരധീരഥൻ, പുത്രരില്ലാത്തൊരു ദുഃഖത്തിലാമഗ്നനായി തളർന്നോരധീരഥൻ, ഗംഗാനദിയുടെ തൂകുന്നപ്പോൾ ദേവകാരുണ്യാലവൻ കണ്ടു പേടകം, ദേവകാരുണ്യാലവൻ കണ്ടു പേടകം, പുത്രരില്ലാത്തൊരു ദുഃഖത്തിലാമഗ്നനായി തളർന്നോരധീരഥൻ. അദ്ദേഹം ആ കുഞ്ഞിനെ വാരിയെടുത്ത് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഓടി തൻ്റെ ഭാര്യയായ രാധയുടെ കയ്യിൽ ആ കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെ കണ്ടതും രാധയ്ക്ക് അതിയായ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടായി. അവളും ചിന്തിച്ചു, ഭഗവാനെ, മക്കളില്ലാത്ത ഞങ്ങൾക്ക് ദൈവം തന്ന നിധിയായിരിക്കാം ഇതെന്ന് അവളും ചിന്തിച്ചു. അങ്ങനെ അതിരഥനും രാധയും കൂടി ആ കുഞ്ഞിനെ ഓമനിച്ച് വളർത്തുകയാണ്. ഇനി അതിനൊരു പേരിടണം. അവർ പല പേരുകളും ചിന്തിച്ചു. പക്ഷേ ഒരു പേരും അവർക്ക് അത്ര സ്വീകാര്യമായി തോന്നിയില്ല. പിന്നീട് അവർ ചിന്തിച്ചു, ഈ കുഞ്ഞ് കവചകുണ്ടലങ്ങളുമായിട്ടാണല്ലോ ജനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആ കുഞ്ഞിന് പേരിട്ടു കർണൻ. അതെ, കർണൻ. ആ കുഞ്ഞിനെ അവർ താലോലിച്ച് വളർത്തുകയാണ്. കർണൻ വളരുകയാണ്. ആദ്യത്തെ പാട്ട് ഇവിടെ കഴിയുകയാണ്. ഇനി ഞാൻ 5 മിനിറ്റൊന്നും എടുക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. കൊട്ടാരം. കൗരവരുടെ രാജധാനിയായ ഹസ്തിനപുരം കൊട്ടാരം. മഹാഭാരതത്തിലെ ചെറുതും വലുതുമായ അനേകായിരം കാര്യങ്ങൾ നടന്നിട്ടുള്ള ഹസ്തിനപുരം കൊട്ടാരം ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രം. ആ കൊട്ടാരത്തിൽ ധൃതരാഷ്ട്രയുടെ മേൽനോട്ടത്തിൽ കൗരവരും പാണ്ഡവരും ഒരു കൊട്ടാരത്തിൽ, കൗരവരും പാണ്ഡവരും ഒരു കൊട്ടാരത്തിൽ, ഒന്നിച്ചങ്ങനെ കൂട്ടുകാരൻ, ഒന്നിച്ചങ്ങനെ കൂട്ടുകാരൻ, അന്ധൻ ജനകൻ തന്നോട് കാലനെ ഏറ്റു വളർന്നതി കൗതുകമോടെ, അന്ധൻ ജനകൻ തന്നോട് കാലനെ ഏറ്റു വളർന്നതി കൗതുകമോടെ, കൗരവരും പാണ്ഡവരും ഒരു കൊട്ടാരത്തിൽ, കൗരവരും പാണ്ഡവരും ഒരു കൊട്ടാരത്തിൽ. ധൃതരാഷ്ട്രയുടെ മേൽനോട്ടത്തിൽ കൗരവരും പാണ്ഡവരും ഒരുമിച്ച് ഒരേ കൊട്ടാരത്തിൽ വളരുകയാണ്. ധൃതരാഷ്ട്രർ അവരെ പഠിപ്പിക്കാൻ ഒരു ഗുരുവിനെ ഏർപ്പാട് ചെയ്തു, ദ്രോണാചാര്യൻ. ആ ഗുരുവിൻ്റെ സമർത്ഥമായ ശിക്ഷണത്തിന് കീഴിൽ പാണ്ഡവരും കൗരവരും ആയുധ വിദ്യയുടെ എല്ലാ കാര്യങ്ങളും അഭ്യസിച്ചു കഴിഞ്ഞു. പഠിച്ച വിദ്യകൾ അരങ്ങേറുക എന്നുള്ളത് വളരെ ആദരണീയമായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ കുമാരന്മാരുടെ അരങ്ങേറ്റത്തിനുള്ള തീയതി കുറിച്ചു. നഗരത്തിനപ്പുറത്ത് വിശാലമായൊരു സ്ഥലം നികത്തി വെടിപ്പാക്കി പൂജ ചെയ്തു. കാഴ്ചക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം കൊണ്ടുവന്നു വെച്ചു. ഭൃത്യന്മാർ പടക്കോപ്പുകളെല്ലാം കൊണ്ടുവന്നു വെച്ചു. ബ്രാഹ്മണരുടെ പുണ്യാഘോഷങ്ങളെല്ലാം നടത്തി. മേളവാദ്യങ്ങൾ മുഴങ്ങി. അപ്പോൾ അതാ വരുന്നു ദ്രോണാചാര്യർ. വസ്ത്രവും പൂണൂലുമെന്ന പോലെ
പോൽ കേശവും ശ്മശ്രുവും നന്നേ വെളുത്ത ദ്രോണോത്തമൻ. വസ്ത്രവും പൂണൂലുമെന്ന പോൽ കേശവും ശ്മശ്രുവും നന്നേ വെളുത്ത ദ്രോണോത്തമൻ. പുത്രനാം അശ്വത്ഥാമാവിനോടൊന്നിച്ചു രംഗത്തിലെത്തി നടത്തിനാൻ പൂജയെ. പുത്രനാം അശ്വത്ഥാമാവിനോടൊന്നിച്ചു രംഗത്തിലെത്തി നടത്തിനാൻ പൂജയെ. ദ്രോണാചാര്യർക്ക് ഒരേ നിറം. വസ്ത്രത്തിനും പൂണൂലിനും മുടിക്കും താടിക്കും മീശയ്ക്കും എല്ലാം ഒരേ നിറം, പാലുപോലെ വെളുവെളുപ്പ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പുത്രനായ അശ്വത്ഥാമാവും വേദിയിലെത്തി രംഗപൂജ കഴിച്ചു. മൂപ്പുമുറയനുസരിച്ച് ഓരോ കുമാരന്മാരായി അതാ വേദിയിൽ പ്രവേശിച്ചു. ആദ്യം പ്രവേശിച്ചത് യുധിഷ്ഠിരനാണ്. യുദ്ധത്തിൽ സ്ഥിരതയുള്ളവൻ എന്നർത്ഥം വരുന്ന പദം യുധിഷ്ഠിരൻ. അദ്ദേഹം തൻ്റെ ആയുധവിദ്യാ പ്രാവീണ്യം കാണിച്ച് പിന്തിരിഞ്ഞു. ഇപ്പോൾ അതാ വേദിയിൽ പ്രവേശിച്ചിരിക്കുന്നത് 2 കുമാരന്മാരാണ്, ദുര്യോധനനും ഭീമസേനനും. ഗദയും എടുത്ത ദുര്യോധനനും ഗജഗതിഗമനൻ മാരുതിദാനം. ഗദയും എടുത്ത ദുര്യോധനനും ഗജഗതിഗമനൻ മാരുതിദാനം. തൊടിയിലരങ്ങിലിറങ്ങി ഗദയടി പടകമടിച്ചു മുഴങ്ങി വെള്ളി. തൊടിയിലരങ്ങിലിറങ്ങി ഗദയടി പടകമടിച്ചു മുഴങ്ങി വെള്ളി. ഗദയും എടുത്ത ദുര്യോധനനും മാരുതിദാനം. തൊടിയിലരങ്ങിലിറങ്ങി ഗദയടി പടകമടിച്ചു മുഴങ്ങി വെള്ളി. ഗദയും എടുത്ത ദുര്യോധനനും ഗജഗതിഗമനൻ മാരുതിദാനം. ദുര്യോധനനും ഭീമസേനനും ഗദായുദ്ധം ആരംഭിച്ചു. ആദ്യം കളിയായിട്ടാണ് തുടങ്ങിയത്, പക്ഷേ ഇപ്പോൾ കളി കാര്യമായി മാറിയിരിക്കുകയാണ്. 2-ൽ-1 വീണേ അടങ്ങൂ എന്ന വാശിയോടെ തല്ലുകയാണ്. അപ്പോൾ ബുദ്ധിമാനായ ദ്രോണാചാര്യർ തൻ്റെ മകനായ അശ്വത്ഥാമാവിനോട് പറഞ്ഞു, അവരെ പിടിച്ചു മാറ്റണം, അല്ലെങ്കിൽ 2ഉം തലതല്ലി ഇപ്പോൾ താഴെ വീഴും. അങ്ങനെ അശ്വത്ഥാമാവ് മുന്നോട്ട് ചെന്ന് അവരെ പിടിച്ചു മാറ്റി. ദേ അടുത്തതാ വരുന്നു വില്ലാളി വീരനായ അർജുനൻ. കവചവും കൈയുറയും നിറഞ്ഞ ആവനാഴിയുമൊക്കെയായി അതാ വരുന്നു അർജുനൻ. ഞാണാൽ മുറുക്കിയ വില്ലുമായി അമ്പാവ നാഴിയിൽ തോളിലേറ്റി. ഞാണാൽ മുറുക്കിയ വില്ലുമായി അമ്പാവ നാഴിയിൽ തോളിലേറ്റി. ഭുവന മനോഹരൻ ഫൽഗുനാഥൻ ഭുവനം കുലുക്കി കരേറിരംഗേ. ഭുവന മനോഹരൻ ഫൽഗുനാഥൻ ഭുവനം കുലുക്കി കരേറിരംഗേ. ഞാണാൽ മുറുക്കിയ വില്ലുമായി അമ്പാവ നാഴിയിൽ തോളിലേറ്റി. ഭുവന മനോഹരൻ ഫൽഗുനാഥൻ ഭുവനം കുലുക്കി കരേറിരംഗേ. ഭുവനം കുലുക്കി കരേറിരംഗേ. അർജുനൻ അമ്പെയ്ത്ത് ആരംഭിച്ചു. ആഗ്രഹം കൊണ്ട് തീയുണ്ടാക്കി, വാരണം കൊണ്ട് വെള്ളമുണ്ടാക്കി, ഭൗമം കൊണ്ട് ഭൂമിയിൽ ആണ്ടു, അന്തർധാനം കൊണ്ട് മറഞ്ഞു. ഞൊടിയിടയിൽ നെടിയവനും കുറിയവനുമായി. മാത്രകൾക്കുള്ളിൽ തേർ തടത്തിലും തേർ നുഖത്തിലും കാണപ്പെട്ടു. വട്ടം കുറ്റിക്കറങ്ങുന്ന ഒരു ലോഹ വരാഹത്തിന്റെ വായിൽ ഒപ്പം 5 അമ്പെയ്തേൽപ്പിച്ചു. കയറിൽ തൂങ്ങിയാടുന്ന കാളക്കൊമ്പിന്മേൽ 21 അമ്പെയ്തേൽപ്പിച്ചു. അങ്ങനെ അർജുനൻ നെകളിച്ചു നിൽക്കുമ്പോൾ കാഴ്ചക്കാർ അത്ഭുതപ്പെട്ടുപോയി. അതാ അങ്ങനെ അർജുനൻ നെകളിച്ചു നിൽക്കുമ്പോൾ വാതിൽക്കൽ ഒരു ശബ്ദം കേൾക്കായി. ഇടിവെട്ടിന്റെ ഊക്ക് കാണിക്കുന്ന ഒരു കൈക്കൊട്ട്. ആളുകൾ അമ്പരപ്പോടെ അങ്ങോട്ട് നോക്കുന്നു. ആ ആളുകളുടെ നടുവിലൂടെ അതാ അന്തസ്സോടെ ഒരു യുവാവ് കടന്നു വരുന്നു. ലക്ഷണയുക്തനായ ഒരു യുവാവ്. കവചകുണ്ടലങ്ങൾ വെട്ടിത്തിളങ്ങുന്നു. അമ്പരപ്പോടെ ആളുകൾ വഴിമാറി കൊടുക്കുന്നതനുസരിച്ച് ആ ആളുകൾക്കിടയിലൂടെ നടന്നു വരുമ്പോൾ ആളുകൾ വിളിച്ചു പറയുന്നു, കർണൻ
കർണൻ, കർണൻ. അതാ കർണൻ ആ ജനങ്ങൾക്കിടയിലൂടെ വന്ന് വേദിയിലെത്തി. കർണനും കുന്തി കന്യകയായിരിക്കുമ്പോൾ ഉണ്ടായ പുത്രനാണ്. അദ്ദേഹം തൻ്റെ അറിയാത്ത അനുജനോടായി പറഞ്ഞു, അർജുന, നീ ഇപ്പോൾ കാണിച്ച വിദ്യകളൊക്കെ തന്നെ ഞാൻ അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ കാണിക്കുന്നുണ്ട്. ആളുകൾ കാണട്ടെ. താങ്കളെ ചൊല്ലി അത്ഭുതപ്പെടേണ്ട. അപ്പോൾ കർണൻ പറയുക മാത്രമല്ല, പ്രവർത്തിച്ച് കാണിക്കുക തന്നെ ചെയ്തു ഗുരുവിൻ്റെ സഹായത്തോടെ. അങ്ങനെ അപ്പോൾ അർജുനന് ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടായി. അർജുനൻ പറഞ്ഞു, കർണ, നിന്നെ വിളിക്കാതെ വന്ന് കയറി ചോദിക്കാതെ പറയുന്നവർക്കുള്ള ലോകത്തിലേക്ക് നിന്നെ ഞാൻ കൊന്ന് അയക്കുന്നുണ്ട്. അപ്പോൾ കർണൻ പറഞ്ഞു, ഈ രംഗം പൊതുവിലുള്ളതാണ്, താങ്കൾക്ക് എന്താണതിൽ? ആളുകൾ കാണട്ടെ. അങ്ങനെ അദ്ദേഹം പറയുക മാത്രമല്ല പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്തു. അപ്പോൾ ദുര്യോധനൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, സിംഹക്കിടാവേ വരൂ വരൂ നീ, സിംഹാസനം നീനക്കേകിടാം ഞാൻ. സിംഹക്കിടാവേ വരൂ വരൂ നീ, സിംഹാസനം നീനക്കേകിടാം ഞാൻ. പ്രാണൻ പിരിഞ്ഞാലും അറ്റിടാത്ത സ്നേഹത്തിൻ കാവ്യം നമുക്കെഴുതാം. പ്രാണൻ പിരിഞ്ഞാലും അറ്റിടാത്ത സ്നേഹത്തിൻ കാവ്യം നമുക്കെഴുതാം. സിംഹക്കിടാവേ വരൂ വരൂ നീ. അതെ, ദുര്യോധനൻ അദ്ദേഹത്തിനെ വരവേറ്റു. അല്ലയോ മഹാബാഹോ, ഞാനും ഈ കുരുരാജ്യവും താങ്കളുടേതാണ്. വരൂ, ഈ കുരുരാജ്യത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ധർമ്മപുത്രൻ പറഞ്ഞു, അദ്ദേഹം വിചാരിച്ചു, എൻ്റെ അനുജൻ അർജുനനേക്കാൾ വില്ലാളിയായ ഒരു ആൾ ഈ ലോകത്തില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു അർജുനനെ വെല്ലാൻ പറ്റിയ ഒരു വില്ലാളി വീരൻ. കർണനും പറഞ്ഞു, ഏതായാലും അർജുനനെ വെല്ലാൻ പറ്റിയ ഒരു വില്ലാളി വീരൻ വന്നല്ലോ, അത് തന്നെ ഉപകാരമായി. എനിക്കിനി കർണ, എനിക്ക് നീയുമായിട്ട് സഖ്യം കൂടണം. ഉടനെ തന്നെ കർണനും പറഞ്ഞു, എനിക്കും താങ്കളോട് സഖ്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു അഭിലാഷമുണ്ട്, എനിക്ക് അർജുനനുമായി ദ്വന്ദ്വയുദ്ധം ചെയ്യണം. അതെ, അർജുനൻ ഇതാ ദ്വന്ദ്വയുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ഈ സമയത്ത് ആകാശത്ത് ഇടിയും മിന്നലും മഴവില്ലുമൊക്കെയായി മേഘങ്ങൾ വന്നു നിന്നു. ആ ഗതിയിൽ ദേവേന്ദ്രൻ തൻ്റെ പുത്രസ്നേഹം മൂലം ഈ രംഗം കാണാൻ വന്നപ്പോൾ തൻ്റെ അടുത്ത് വന്നു നിന്ന മേഘങ്ങളെ മുടിച്ചുവിട്ടു. കർണൻ്റെ പക്ഷത്ത് സൂര്യപ്രകാശവും അർജുനൻ്റെ പക്ഷത്ത് മേഘഛായയും പരന്നു. രംഗം രണ്ട് പക്ഷമായി. ഇതാ സ്ത്രീകൾക്കിടയിൽ പോലും പക്ഷപാത ഭേദം മൂലം കക്ഷിപിരിവ് വരികയായി. ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന തൻ്റെ രണ്ട് മക്കളും ആയുധമേന്തി നിൽക്കുന്ന ആ കാഴ്ച കണ്ട് കുന്തിദേവി മോഹാലസ്യപ്പെട്ടുപോയി. പെറ്റവർക്കുണ്ടാകും അത്യുൽഘട ദുഃഖം പൊത്തിപ്പിടിക്കുവാൻ എത്ര നാളൊത്തിടും. പെറ്റവർക്കുണ്ടാകും അത്യുൽഘട ദുഃഖം പൊത്തിപ്പിടിക്കുവാൻ എത്ര നാളൊത്തിടും. പുത്രർക്കുയിർ നൽകും അണ്ടാശയത്തോട് കള്ളം പറയുവാൻ ഏതു തായ്ക്കൊത്തിടും. ഇതെല്ലാം കണ്ടുനിന്ന കുന്തിദേവി മോഹാലസ്യപ്പെട്ടു വീണു. ഉടൻ വിതുരർ ചന്ദന കുളിനീർ തളിച്ച് കുന്തിദേവിക്ക് ആശ്വാസമേകി. ബോധം തെളിഞ്ഞിട്ടും തൻ്റെ രണ്ട് മക്കളും ആയുധമേന്തി നിൽക്കുന്ന ആ കാഴ്ച കണ്ട് കുന്തിദേവി ഞാനിനി എന്തു വേണ്ടു എന്നറിയാതെ പരിതപിച്ചു. അപ്പോൾ ഗുരുവായ കൃപർ മുന്നോട്ട് വന്ന് പറഞ്ഞു,
കർണ, ദ്വന്ദ്വയുദ്ധമുറയനുസരിച്ച് അർജുനൻ കുരുവംശത്തിൽ കുന്തിയുടെ പുത്രനാണ്. അദ്ദേഹം ഒരു രാജകുമാരനുമാണ്. ഒരു രാജകുമാരൻ മറ്റൊരു രാജകുമാരനോട് യുദ്ധം ചെയ്യാവൂ? താങ്കളും, അല്ലയോ മഹാബാഹോ, താങ്കളും താങ്കളുടെ അച്ഛനമ്മമാരുടെയും വംശത്തിൻ്റെയും പേരുകൾ പറയൂ. ഇത് കേട്ട് കർണൻ്റെ ശിരസ് മഴയേറ്റ് ചാഞ്ഞ താമര പോലെയായി. കാരണം അദ്ദേഹം അതിരഥൻ്റെ പുത്രൻ, സൂതപുത്രൻ. അദ്ദേഹത്തിന് ഒന്നും മിണ്ടാൻ വയ്യാതെയായി. ഇത് കേട്ട് ഭീമൻ ഗർജിച്ചു. എന്ത്? സൂതപുത്രനായ കർണനോ ഈ അർജുനനോട് യുദ്ധം ചെയ്യുന്നത്? രാജകുമാരനായ അർജുനനോട് യുദ്ധം ചെയ്യുന്നത്? ആ സമയത്ത് കർണ, മകനെ നീ എവിടെയാണ് കർണ മകനെ എന്ന് ചോദിച്ചുകൊണ്ട് അതാ കർണൻ്റെ പിതാവ് അതിരഥൻ ആ രംഗത്തേക്ക് കയറി വരികയും ചെയ്തു. ഇത് സ്വന്തം പിതാവിനെ കണ്ടപ്പോൾ തൻ്റെ കയ്യിലിരുന്ന വില്ല് താഴെ വച്ച് കർണൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അതിരഥൻ അയാളുടെ പിതാവ് കർണൻ്റെ മൂർധാവിൽ ചുംബിച്ചു. അങ്ങനെ കർണൻ സൂതപുത്രനായി മുദ്ര കുത്തപ്പെട്ടു. അപ്പോഴാണ് ഭീമൻ ചാടി വീണ് ഗർജിച്ചത്. എന്ത്? അതിരഥപുത്രനായ സൂതപുത്രനായ കർണനോ രാജാവായ അർജുനനോട് യുദ്ധം ചെയ്യുന്നത്? നീ രാജകുമാരൻ്റെ കൈകൊണ്ട് ചാകാൻ അർഹിക്കുന്നില്ല. നിനക്ക് അംഗരാജ്യത്തിനും അർഹതയില്ല. നീ പോയി നിന്റെ കുലത്തിനെത്തവണ്ണം ചമ്മട്ടി എന്തിക്കൊള്ളുക. സ്വാവിനോ യജ്ഞത്തിലെ പുരോടാംശം ഹോമദ്രവ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഗർജിച്ചു. അപ്പോൾ ദുര്യോധനൻ ചാടി വീണ് പറഞ്ഞു, ഭൃഗോദര, താൻ പറയരുതാത്തതാണ് പറഞ്ഞത്. ക്ഷത്രിയന്മാർക്ക് ബലമാണ് മേന്മ, യുദ്ധമാണ് വേല. ശൂരന്മാരുടെയും നദികളുടെയും ഉത്ഭവം ആർക്കറിയാം? മാത്രവുമല്ല, നിങ്ങൾ തന്നെ എങ്ങനെയാ ജനിച്ചതെന്ന് രാജാക്കന്മാർക്കറിയാം. അതുകൊണ്ട് ഈ മനുഷ്യേശ്വരന് അംഗരാജ്യമല്ല, പൃഥ്വിരാജ്യം തന്നെ കൊടുക്കേണ്ടതാണ്. എൻ്റെ ദാനം പൊറുക്കാത്തവൻ വില്ല് കുലച്ചു വന്നാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കർണന് തൻ്റെ പൈതൃകമായി കിട്ടിയ അംഗരാജ്യം ദാനം ചെയ്യാൻ പോവുകയാണ്. കർണ, എനിക്ക് കിട്ടിയ അംഗരാജ്യം ഞാനിതാ നിനക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആളുകളോടായി പറയുന്നു, എവിടെ വൈദികർ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ദാനം കിട്ടാനില്ലാത്തത് കൊണ്ട് ആരും ഇല്ലാതിരിക്കുമല്ലേ? ദുര്യോധനൻ എപ്പോഴും കളിയാക്കലാണല്ലോ. അദ്ദേഹം ബ്രാഹ്മണരെ കളിയാക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എവിടെ ബ്രാഹ്മണർ? അപ്പോൾ ജലകുംഭങ്ങളുമായി വൃദ്ധ ബ്രാഹ്മണർ ഓടിയെത്തി. അങ്ങനെ അവിടെ വെച്ച് കർണന് രാജാഭിഷേകം നടത്താൻ പോകുന്നു. കാരണം നേരത്തെ തന്നെ പറഞ്ഞു, ഒരു രാജകുമാരൻ മറ്റൊരു രാജകുമാരനോട് യുദ്ധം ചെയ്യാവൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കർണനെ ദുര്യോധനൻ രാജ്യാഭിഷേകം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അദ്ദേഹം അർജുനനോട് ചോദിക്കുകയും ചെയ്തു, അർജുന, നീ രാജകുമാരനോട് മാത്രമേ യുദ്ധം ചെയ്യൂ എങ്കിൽ ഞാനിതാ കർണനെ അംഗരാജ്യത്തിലെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ അവിടെ വെച്ച് കർണന് അംഗരാജാവായി അഭിഷേകം നടക്കുന്നു. ആ വൃദ്ധബ്രാഹ്മണർ ജലകുംഭങ്ങളുമായി ഓടിയെത്തി. അവിടെ 3 ജലകുംഭങ്ങൾ കർണന്റെ മേൽ ചൊരിയുന്നു. അഭിഷേകം നടക്കുന്നു. വൈദിക ബ്രാഹ്മണ കണ്ഠങ്ങളിൽ നിന്നും 1000 മന്ത്ര ധ്വനികളുയർന്നു. വൈദിക ബ്രാഹ്മണ കണ്ഠങ്ങളിൽ നിന്നും 1000 മന്ത്ര ധ്വനികളുയർന്നു. അഭിഷേകം നടന്നു. അംഗരാജ്യത്തെ രാജകുമാരനായി അഭിഷേകം നടന്നു. അഭിഷേകം നടന്നു. അംഗരാജ്യത്തെ രാജകുമാരനായി അഭിഷേകം നടന്നു. കൗരവപുത്ര സുയോധനാ, നീ എന്നിൽ കൃപ ചൊരിഞ്ഞു.
വെച്ച് അതാ കർണന് രാജാഭിഷേകം നടന്നു. അദ്ദേഹം പൊൻപീഠത്തിന്മേൽ ചാമരങ്ങളാൽ വീശപ്പെട്ടുകൊണ്ട് വെൺകൊറ്റ കുടയ്ക്ക് കീഴിൽ ജയ ആരവങ്ങൾക്കിടയിൽ അതാ ദുര്യോധനോട് ചോദിക്കുന്നു, ഞാൻ താങ്കൾക്ക് ഈ രാജ്യപ്രധാനത്തിന് ഒത്തവണ്ണം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഉടൻ തന്നെ കർണൻ പറഞ്ഞു, ഒടുങ്ങാത്ത സഖ്യം ഞാൻ ഇച്ഛിക്കുന്നു. അതെ, ഞാനും താങ്കളോട് സഖ്യം ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മനം തെളിഞ്ഞ് സന്തോഷത്തോടെ ആലിംഗനബദ്ധരായി. ദുര്യോധനൻ വീണ്ടും പറഞ്ഞു, സിംഹക്കിടാവേ വരൂ വരൂ നീ, സിംഹാസനം നിനക്കേകിടാം ഞാൻ. സിംഹക്കിടാവേ വരൂ വരൂ നീ, സിംഹാസനം നിനക്കേകിടാം ഞാൻ. പ്രാണൻ തെളിഞ്ഞാലും അടിയാത്ത സ്നേഹത്തിൻ കാവ്യം നമുക്കെഴുതാം. സിംഹക്കിടാവേ വരൂ വരൂ നീ. ഏതായാലും ദുര്യോധനും കർണനും കൈ പിടിച്ച് രംഗം വിട്ടു. ധൃതരാഷ്ട്രരും പാണ്ഡവരും ഗ്രാമീണരും പൗരമുഖ്യന്മാരും എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു. ദ്വന്ദ്വയുദ്ധം നടന്നില്ല. എന്നാൽ ദ്വന്ദ്വയുദ്ധം നടക്കാനുള്ള കൊതി അവർക്കിടയിൽ വളർന്നുകൊണ്ടേയിരുന്നു. ഇവിടെ നാം കാണുന്നത് കർണൻ്റെ അനിതര സാധാരണമായ മഹത്വമാണ്. തൻ്റെ രാജ്യത്വം കിട്ടിയപ്പോഴും തൻ്റെ പിതാവ് വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാൻ തോന്നിയ ആ ദുരഭിമാനമില്ലായ്മ, അതുപോലെ തൻ്റെ ദിവ്യാനുഗ്രഹങ്ങളായ കവചകുണ്ടലങ്ങൾ തൻ്റെ പരദേവത വന്ന് പറഞ്ഞിട്ട് കൂടി ഇതാർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കൂടി അർജുനന് വേണ്ടി ദേവേന്ദ്രൻ വന്ന് ചോദിച്ചപ്പോൾ ആ തന്നെ പരാജയപ്പെടുത്താനാണെന്ന് അറിഞ്ഞിട്ടുകൂടി ആ കവചകുണ്ടലങ്ങൾ അറുത്തെടുത്തു കൊടുത്ത മഹാവീരത്വം, അതെ, മഹാഭാരതത്തിലെ ഒരു ജ്വലിക്കുന്ന കഥാപാത്രമായി ഇപ്പോഴും കർണൻ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ കഥയിലും എല്ലാ കഥകളിലും ഒരു സന്ദേശമുണ്ട്. ഈ സന്ദേശം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കഥാപ്രസംഗം എന്നുള്ള കല രൂപം കൊണ്ടത് തന്നെ. അപ്പോൾ ഈ കഥയിലും ഒരു സന്ദേശമുണ്ട്. കർണൻ്റെ ജനനം മുതൽ മരണം വരെ അദ്ദേഹം അനേകായിരം തിക്തമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. എങ്കിലും തനത് വ്യക്തിത്വം പതിപ്പിച്ച മഹാനായ, സ്വന്തം ശക്തിയിലും കഴിവിലും ആ ധാർമ്മികത്വം കാണിച്ച മഹാനായ വീരപുരുഷനാണ് സൂര്യപുത്രനായ കർണൻ. അതെ, സൂതപുത്രനായ കർണൻ. ആർഷഭാരത നാട്ടിൽ കർണനൊരു ഭാസുരമണി ദീപം താൻ, ഭാസുരമണി ദീപം താൻ. ത്യാഗസുരഭിനമയൊരാ കഥ കനകലിപികളിൽ കാണാം. കർണനൊരു ഭാസുരമണി ദീപം താൻ, ഭാസുരമണി ദീപം താൻ. ആർഷഭാരത നാട്ടിൽ കർണനൊരു ഭാസുരമണി ദീപം താൻ, ഭാസുരമണി ദീപം താൻ, ഭാസുരമണി ദീപം താൻ, ഭാസുരമണി ദീപം താൻ. മഹാഭാരതത്തിൽ ഇനിയും 2000-ലധികം കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് 1 മണിക്കൂർ കൊണ്ടോ 9 മണിക്കൂർ കൊണ്ടോ 9000 മണിക്കൂർ കൊണ്ടോ പറഞ്ഞാൽ തീരാത്തത്ര കഥകളാണ് മഹാഭാരതത്തിലുള്ളത്. ഏതായാലും എനിക്ക് തന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഈ കഥ ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. ഇത്രയും നേരം എൻ്റെ കഥ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പേരിലും എൻ്റെ ഓർക്കസ്ട്രയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു.